അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുദീർഘമായ ഒരു ഭാഷണത്തിൽ മുതിരുന്നില്ല. 85 വർഷങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്ന കേവല സെക്കൻഡുകൾ ഉണ്ടെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 85 വയസ്സ് നമ്മൾ ജീവിക്കുമെന്ന് ആർക്കും ഗ്യാരണ്ടി ഇല്ല. എന്നാൽ 85 വർഷങ്ങളിൽ സുഹൃത്തുക്കളിൽ മാത്രം ജീവിച്ച് എല്ലാ നിലക്കും ഖൈറുകൾ തേടിയവരാണല്ലോ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെന്താണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണ് പറയുന്നത്. ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുതെ തട്ടിവിട്ടതല്ല. സൂറത്തുൽ ഖദറിൽ വളരെ വ്യക്തമായി നിങ്ങൾ ഇന്നും കേട്ടില്ലേ? 1000 മാസത്തിനേക്കാൾ പ്രതിഫലമുള്ള ഒരു ദിവസം രാത്രിയുണ്ട്. 1000 മാസത്തിനേക്കാൾ പ്രതിഫലമുള്ള രാത്രി എന്ന് പറഞ്ഞാൽ ഇമാമികൾ മുഴുവൻ രേഖപ്പെടുത്തി. മാക്സിമം സംഖ്യ വിദേശത്ത് പോയവരെല്ലാവർക്കും അറിയാം. അറബിയിലെ മാക്സിമം സംഖ്യ 1000, പിന്നെ 10,000, അത് കഴിഞ്ഞാൽ 100,000, പിന്നെ 1,00,000, അങ്ങനെയൊക്കെ പറയാം അല്ലേ? അൽഫ് എന്നുള്ള സംഖ്യയാണ് ഏറ്റവും ടോപ്പ് സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റില്ലാത്ത പ്രതിഫലത്തിന്റെ കേവലം സെക്കൻഡുകളാണ്. അതാണ് ലൈലത്തുൽ ഖദർ. നമ്മളുടെ ഇമാം മുഹമ്മദ് ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമാക്കി പറയുന്നു, ഞാൻ ഉറപ്പിക്കുന്നു അലിംതു അന്ന ലൈലത്തുൽ ഖദ്രി 21 മിൻ കുല്ലി റമളാൻ. അത് പറഞ്ഞു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം പറഞ്ഞു, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടേണ്ടത് ഏറ്റവും നല്ല രാത്രി ഏതാണ്? അത് 21ാമത്തെ രാത്രിയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാഫിഈ ഇമാമിനെ കുറിച്ച് പറഞ്ഞ വാചകം നമുക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 156 കൊല്ലത്തിന് ശേഷമാണ് ശാഫിഈ ഇമാം ജനിക്കുന്നത്. ശാഫിഈ ഇമാമിനെ കുറിച്ച് പറയുന്നു, ആലിമ ഖുറൈശ് യംലഉ തിബാഖൽ അർളി ഇൽമാൻ. ഭൂമിയുടെ ഉപരിമണ്ഡലത്തിൽ വൈജ്ഞാനികം കൊണ്ട് നിറക്കുന്ന ഒരു പണ്ഡിതൻ എന്റെ കുടുംബത്തിൽ നിന്ന് വരും. അത് ശാഫിഈ ഇമാമിനെ കുറിച്ചാണെന്ന് 10 ലക്ഷത്തിൽ പരം ഹദീസ് മനപ്പാടമുള്ള ശാഫിഈ ഇമാമിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ സർവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ശാഫിഈ ഇമാം ലൈലത്തുൽ ഖദറിനെ കൂടുതൽ പരീക്ഷിക്കപ്പെടേണ്ട സമയം ഏതാണെന്ന് പറഞ്ഞത് അത് 21ാമത്തെ രാവാണ്. 21ാമത്തെ രാവാകട്ടെ, 23ാമത്തെ രാവാകട്ടെ, 25ാമത്തെ രാവാകട്ടെ, 27ാമത്തെ രാവാകട്ടെ, 29ാമത്തെ രാവാകട്ടെ, റമളാനിലെ ഓരോ രാവുകളുമാകട്ടെ, പ്രത്യേകിച്ച് അവസാനത്തെ 10 രാവുകളിൽ ഓരോ രാവുകളിൽ ഏത് രാവുമാകട്ടെ, ആ രാവിലെ കണക്കില്ലാത്ത പ്രതിഫലമുണ്ട്. ശാഫിഈ ഇമാം അങ്ങനെ പറഞ്ഞിട്ടതിന്റെ അവസാനം പറയുന്നുണ്ട്, എന്നിട്ട് അവസാനം ശാഫിഈ ഇമാം തന്നെ പറയുന്നുണ്ട്, കേവലം 21ാം രാവ് മാത്രമല്ല, 25നും 23നും 27നും 29നും എല്ലാ ദിനരാത്രങ്ങളിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചോ എന്ന് ശാഫിഈ ഇമാം തന്നെ പറയുന്നുണ്ട്. ശാഫിഈ ഇമാം പറയുന്നുണ്ട്, മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് ഉദ്ധരിച്ച ഹദീസാണ്, ഞാൻ വെറുതെ തട്ടിവിടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ലൈലത്തുൽ ഖദർ മോളെ 23ൽ കൂടുതൽ നീ അമൽ ചെയ്തോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദ്യമുണ്ട്, ലൈലത്തുൽ ഖദറാണെന്ന് മനസ്സിലായാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആയിഷ, ഓ ആയിഷ മോളെ നീ ചൊല്ലിക്കോ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ചൊല്ലിക്കോ 2 പ്രാവശ്യം ഇൻഷാ അല്ലാഹ്. ചൊല്ലിയതിന്റെ പ്രതിഫലം എനിക്കും മകളുടെ നാളാഖിറത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുത്താനല്ല, ഞാൻ രക്ഷപ്പെട്ടത്. اللهم إنك عفو تحب العفو فاعف عني
اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني അല്ലാഹുവേ നീ എക്സ്ക്യൂസ് വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് നീ എക്സ്ക്യൂസ് തരണം. ഗതകാലങ്ങളിൽ എത്രയാണ് തെറ്റുകൾ ചെയ്തത്, പരകോടികൾ തെറ്റ് ചെയ്ത മനുഷ്യരല്ലേ നാം. നമുക്കൊന്ന് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് എത്തണ്ടേ, അല്ലാഹുവിലേക്ക് എത്തണ്ടേ. നമ്മൾക്ക് സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ അമൽ ചെയ്തിട്ടുണ്ടോ? ഉമർ ഇബ്നു ഖത്താബിനെ പോലെയുള്ള അമൽ നമ്മൾ എടുത്തുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ അമൽ നമ്മൾ എടുത്തുണ്ടോ? ഇന്ന് സ്മരിക്കപ്പെടേണ്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ പോലെയുള്ള അമൽ നമ്മുടെ കയ്യിലുണ്ടോ? അബ്ബാസ് റളിയല്ലാഹുവിന്റെ അമൽ നമ്മുടെ കയ്യിലുണ്ടോ? സ്വഹാബത്തുൽ കിറാമിൽ ഏതെങ്കിലും ഒരു സ്വഹാബത്തിനെ പോലെയുള്ള താബീഈങ്ങളെ പോലെയുള്ള തബഉ താബീഈങ്ങളെ പോലെയുള്ള അഖ്താബീങ്ങളെ അഖ്താബീങ്ങളെ പോലെയുള്ള ഏതെങ്കിലും മുൻഗാമികളുടെ അമൽ നമുക്കുണ്ടോ? ഇവിടെ മുന്നിക്കുമാർ ജീവിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇപ്പോൾ ഉള്ള വല്യപ്പമാരുടെ വല്യപ്പമാർ അവരൊരു റമദാൻ എത്ര ഖത്മ ഓതിയത്? സുബ്ഹാനല്ലാഹ്, 9 ഖത്മ, 10 ഖത്മ, 11 ഖത്മ, 12 ഖത്മ. നമ്മൾക്ക് AC ഇരുന്നിട്ട് ഓതാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, മഹാന്മാർ ഓതി എത്രയാണ് ഖത്മ. ശാഫിഈ റളിയല്ലാഹു ഡെയിലി 2 ഖത്മ ഓതും റമദാനിൽ. എല്ലാ ദിവസങ്ങളിലും ഒരു ഖത്മ പൂർത്തീകരിക്കും. ശാഫിഈ ഇമാമിന് വേറെ പണിയില്ലാഞ്ഞിട്ടല്ല, ഒരു മസ്അല കണ്ടുപിടിക്കാൻ എത്ര സമയമാണ്, ഒരു നിസ്കാരത്തിന് എത്ര സമയമാണ്. പക്ഷേ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ അല്ലാഹ് കൊടുക്കുന്നതാണ് ജീവിതത്തിൽ ബറക്കത്ത്. നിങ്ങൾ തീരുമാനിച്ചോ ഡെയിലി ഞാനൊരു ജുസ് എന്തായാലും ഓതുമെന്ന്. എന്നാൽ അന്നത്തെ ഒരു കാര്യവും തടസ്സമാകില്ല, അന്നത്തെ ഒരു കാര്യവും നിങ്ങൾക്ക് പ്രയാസമാകില്ല. എന്ത് ടെൻഷൻ ഉണ്ടോ, എല്ലാ ടെൻഷനും ഖുർആൻ ഓതുമ്പോൾ നീങ്ങുകയാണ്. ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമല് ഈ ദിക്ർ ചൊല്ലലാണെങ്കിൽ അതേ സമയം ലൈലത്തുൽ ഖദറിന് കൂടുതൽ സ്വതന്ത്ര ചെയ്യുന്ന സുന്നത്താണ്. ഫത്ഹുൽ മുഈൻ സയ്യിദി മഖ്ദൂം റളിയല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്. റമദാനിലെ 3ാമത്തെ പത്തിൽ ഇത് ഇയാൾക്ക് വിശദീകരിച്ചുകൊണ്ട് അബൂ ഹനീഫ റളിയല്ലാഹു എഴുതുകയാണ്, ലൈലത്തുൽ ഖദറിൽ പ്രത്യേകം സുന്നത്താണ് ഇക്സാർ സദഖ. സദഖ ചെയ്യൽ സുന്നത്തല്ല, സദഖ അധികരിപ്പിക്കൽ സുന്നത്ത്. ഇഅ്തികാഫ് അധികരിപ്പിക്കൽ സുന്നത്ത്. വെള്ളിയാഴ്ച സുന്നത്താണ് സൂറത്ത് ഓതലല്ല, അധികരിപ്പിക്കൽ. മിനിമം അധികരിപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് 3 പ്രാവശ്യം. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ 2ാം കേരള യാത്രയിൽ സുലൈമാൻ ഖത്താബി മഹലിയത്തിൽ പറയുന്നുണ്ട്, ഉസ്താദ് 9 പ്രാവശ്യം 10 പ്രാവശ്യമൊക്കെ വാഹനത്തിൽ വെച്ച് സൂറത്തുൽ കഹ്ഫ് ഓതുന്നു. ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ ക്ഷീണമായിട്ട് ഇങ്ങനെ കഹ്ഫ് ഓതണോ? അപ്പോൾ ചോദിച്ചത് ഈ സൂറത്തുൽ കഹ്ഫ് എന്നല്ലേ പറഞ്ഞത്, അധികരിച്ച് ഓതണമെന്നല്ലേ? 900ാമത്തെ വയസ്സിലും പ്രായാധിക്യം നോക്കാതെ ഇന്നും ലോകത്ത് ഓടി നടന്ന് ഇസ്ലാമിക വൈജ്ഞാനിക വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശൈഖുനാ ഉസ്താദ് അവர்கள் 6 വർഷം മുമ്പ് മർക്കസ് കോംപ്ലക്സ് പള്ളിയിൽ വെച്ച് ഒരു അവസാനിച്ച വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് മുമ്പ് ഉസ്താദ് പറഞ്ഞത് ഓർക്കുകയാണ്. ഉസ്താദ് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല. നമ്മൾ 6 വർഷം മുതൽ 8-9 വർഷം മുമ്പ് നമ്മൾ ചിന്തിച്ചു, ഇത്രയൊക്കെ നല്ലൊരു മനുഷ്യൻ തഹജ്ജുദ് നിസ്കരിക്കണം. തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ 2 നിബന്ധനയുണ്ട്. ഒന്ന് ഇശാ നിസ്കരിക്കണം, മറ്റൊന്ന് ഉറങ്ങണം, ഉറങ്ങി എണീക്കണം. ഇശാ നിസ്കരിച്ചിട്ട് ഉറങ്ങണം എന്നുള്ള ശാസ്ത്രമില്ല. ഉറങ്ങിയിട്ട് ഇശാ നിസ്കരിച്ചിട്ട് പിന്നീട് എണീറ്റ് നിസ്കരിച്ചാലും തഹജ്ജുദ് നിസ്കാരം ശരിയാകും എന്നാണ് ഫഖഹാക്കളൊക്കെ രേഖപ്പെടുത്തിയത്. ഉസ്താദ് പറയാണ്, ഞാൻ 28 മണിക്കൂറിൽ ഒരൊറ്റ സെക്കൻഡ് പോലും ഉറങ്ങിയിട്ടില്ല. ദീനിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഉസ്താദിന് പറയാറുണ്ട്, നമുക്ക് എന്ത് പറയാനുണ്ട്? സുബ്ഹാനല്ലാഹ്, ഉമയ്യത്ത് ബിൻ ഖൽഫ് എന്ന് പറയുന്ന മുതലാളിയായ മനുഷ്യൻ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ മക്കയുടെ മണലാരത്തിൽ കഷ്ടപ്പെട്ട് വിവസ്ത്രയായിട്ട് അവിടെ ക്രൂരമായി അക്രമം ചെയ്യുമ്പോ ആ സിദ്ദീഖ് റളിയല്ലാഹു മുന്നോട്ട് വരുന്നു. ബിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിക്കപ്പെടുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു മുന്നോട്ട് വരികയാണ്. സിദ്ദീഖ് റളിയല്ലാഹു ഉമയ്യ ഇബ്നു ഖൽഫിനോട് ചോദിക്കുന്നു, ഉമയ്യത്തെ, ഈ
ഈ അടിമയെ നീ വിൽക്കുന്നുണ്ടോ? ആരാണ്? ബിലാൽ ഇബ്നു റബാഹ. കണ്ടാൽ കരികുട്ടിയാണ്. സുബ്ഹാനല്ലാഹ്, ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്ത വര വെച്ചാൽ അത് ബിലാലാണെന്ന് തോന്നിപ്പോകും. അത്രയും കടുത്ത കറുത്ത കരികുട്ടിയാണ് ബിലാൽ. ഞങ്ങള് കാണാൻ ഹൈബത്തില്ല, വഖാറില്ല. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ആരും വാങ്ങാൻ തയ്യാറല്ല. വാങ്ങാനും തന്നെ ചീപ്പ് റേറ്റിന് വാങ്ങും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദ്യം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉബയ്യത്ത് ബിൻ ഖൽഫ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്ന് ഒരു അടിമയ്ക്ക് എത്രയാണോ പണം കൊടുക്കേണ്ടത് അതിന്റെ 50 ഇരട്ടി കാശ് കൊടുത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുകയാണ്. ഇത് റസൂലുള്ള വിവരം പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരം പറഞ്ഞപ്പോ അവിടുന്ന് പറയുന്നു, അൻത യാ സിദ്ദീഖ്, ഓ സിദ്ദീഖേ, അങ്ങ് ആരാണ്? അതീഖുല്ലാഹ്, അങ്ങ് അല്ലാഹു അങ്ങേ മോചിപ്പിച്ച വ്യക്തിയാണ്. അങ്ങേക്ക് നരകമുണ്ടാകില്ല. ിലേക്ക് കടന്നില്ലേ? ിലേക്ക് പ്രവേശിച്ചില്ലേ? അല്ലാഹുവിന്റെ നരകമോർത്ത് കരഞ്ഞവർ ഇവിടെ ആരുണ്ട് എന്ന് ചോദിക്കാൻ എനിക്ക് അധികാരമില്ലാത്തതിനാൽ ഞാൻ ചോദിക്കുന്നില്ല. അല്ലാഹുവിന്റെ നരകമോർത്ത് കരഞ്ഞവരല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ഖുർആൻ ഓതി കരഞ്ഞവരല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ട് കണ്ണിലും രണ്ട് ചാലിട്ട് ഒഴുകുന്നത് കാണാം. സ്വഹാബത്തിന്റെ ചരിത്രം വിശദീകരിച്ച് എത്രയോ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് ചാലിലും ഇങ്ങനെ കറുത്ത വരയും അതുപോലെ തന്നെ ഇങ്ങനെ നല്ല ഹോൾസും കാണാം. എന്താ സംഭവം? നരകമോർത്ത് കരഞ്ഞു പോയതാ ആ സിദ്ദീഖ് തങ്ങളല്ലേ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കട്ടെ. ഖദീജ ഉമ്മയുടെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കട്ടെ. ഫാത്തിമത്തു സഹ്റായുടെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട മകൾ ആയിഷ തുഹ്റാ റളിയല്ലാഹു അൻഹയോടൊപ്പം സ്വർഗ്ഗത്തിൽ പോകട്ടെ. ആ സ്വർഗ്ഗം നമുക്കുള്ളതല്ലേ? ശരിയായ നോമ്പ് നോറ്റ മുമ്പിനുണ്ടോ? ശരിയായ സൽക്രമം ചെയ്ത മുസ്ലിമുണ്ടോ? അല്ലാഹുവിനല്ലാതെ ആരെയും പേടിക്കാതെ ഏത് സമയത്തും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച മുസ്ലിമുണ്ടോ? അങ്ങനെ ജീവിച്ച തഖ്വയോടുകൂടി ജീവിച്ച അതെങ്ങനെയാണ് മനസ്സിലാകാൻ അറിയോ? നമ്മൾ ആൾക്കാർ കാണുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്? സുബ്ഹാനല്ലാഹ്, വളരെ പവറുള്ള സ്റ്റാറ്റസ് ആണ്. ഖുർആനിന്റെ മധുരമുള്ള മാസ്മരികമായ ഖിറാഅത്താണ്. മധുരമുള്ള മദ്ഹിന്റെ ഗാനങ്ങളാണ്. അവർ പോയാൽ നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, നമ്മുടെ ചാറ്റിംഗ് എന്താണ്? നമ്മുടെ മെസ്സേജ് ആർക്കാണ്? ആരും കാണാത്തപ്പോ നമ്മുടെ മെസ്സേജ് ആർക്കാണ്? ആരുമില്ലാത്തപ്പോ നമ്മുടെ ഉപനമസ്കാരത്തിന്റെ സ്പീഡ് എങ്ങനെയാണ്? ആരും ഉണ്ടാക്കുമ്പോ തറാവീഹിന്റെ ഖുശൂ എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്, ഹൃദയത്തിലെ ഭയഭക്തിയോടുകൂടി ജീവിച്ചവരുണ്ടോ? അവൻ തന്നെയാണ് മുത്തഖി. അവർക്ക് മാത്രമാണ് വിജയം. അല്ലാഹു നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമദാനിൽ ഇനി അടുത്ത റമദാൻ ഞാൻ ഉണ്ടാകുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കും പറയാൻ കഴിയില്ല. കഴിഞ്ഞ റമദാൻ 2 സ്ഥലത്ത് വേദിയിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദിനോടൊപ്പം റമദാനിന്റെ മുമ്പ് ഒരു സ്ഥലത്ത് മസ്ഊദ് സഖാഫി എത്തുന്നതിന്റെ മുമ്പ് സംഘാടകരോട് പ്രസംഗിക്കാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, റമദാൻ ഉസ്താദില്ല. ഞാനൊരു മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇന്നലെയും ഞാനൊരു മരിച്ച വീട്ടിൽ പോയിട്ടുണ്ട്. ഇന്നും മറ്റൊരു വീട്ടിൽ പോയിട്ടുണ്ട്. എത്രയാ ചെറുപ്പക്കാര് മരിച്ചു പോകുന്നത്? വാലിഡിറ്റിയില്ല, ഗ്യാരണ്ടിയില്ല. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ചോദിക്കാതെ തന്ന ഈമാനിന്റെ വെള്ളി വെളിച്ചം കെട്ടുപോകാതെ മരണം
വരെ നിലനിർത്തി അനുഗ്രഹിക്കണേ അല്ലാഹുവേ ഞങ്ങളും പാപികളാണ്, ദോഷികളാണ്, തെന്മാടികളാണ്, ചണ്ടികളാണ് ഒന്നിനും കൊള്ളാത്ത ധിക്കാരികളാണ് ഞങ്ങൾക്ക് സംഭവിച്ച സർവ്വസല്ലാത്തുകളും ഞങ്ങൾക്കൊന്ന് മാപ്പ് തന്ന് ഞങ്ങളൊന്ന് കൈവിശുദ്ധിയാക്കണേ അല്ലാഹുവേ തഖ്വയോടുകൂടി ജീവിക്കാൻ, ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹുവേ റഹ്മാൻ വിട പറയുന്നതിന് മുമ്പ് ഹൃദയത്തിലുള്ള ഒരു കരച്ചിലും തൗബയും മഗ്ഫിറത്തും നീ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ ഈ സ്ഥാപനത്തിൽ നമ്മുടെ മദ്രസക്ക് സഹായം ചെയ്ത ധാരാളം ഉമ്മമാർ ഖബറിലായി അല്ലാഹുവേ നീ അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ ഇതിന്റെ ജീവനാഥകാല പ്രസിഡന്റായിരുന്ന അതേ അവർ ഖബറിലാണ് നീ മഗ്ഫിറത്ത് നൽകണേ അവരുടെ മകൾക്ക് മഗ്ഫിറത്ത് നൽകണേ എന്ന് ഉച്ചത്തിൽ ഇവിടെ പറഞ്ഞു പലരും രോഗികളാണ്, ശിഫാ നൽകണേ ഹോസ്പിറ്റലിൽ പ്രയാസപ്പെടുന്ന രോഗികളുണ്ട് നീ അല്ലാതെ ശിഫാ നൽകുന്ന രാജാവില്ല നീ ശിഫാ നൽകണേ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഏതെല്ലാം രോഗവംശങ്ങളുണ്ടോ എല്ലാം നീ ഉന്മൂലനം ചെയ്യണേ എല്ലാം ഇല്ലാതെയാക്കണേ അല്ലാഹുവേ നിരന്തരം അപകട മരണവും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്, യാത്ര ചെയ്യുന്നവരാണ്, കാവൽ നൽകണേ ഇപ്പോൾ നൽകണേ അല്ലാഹുവേ നല്ല ശരീരം കൃത്യമായി വീട്ടിൽ നിന്ന് പോയി ഇതിന്റെ കോടി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ദുരവസ്ഥ നൽകല്ല അല്ലാഹുവേ മദ്രസയിലും പള്ളിയിലും സേവനം ചെയ്യുന്ന ഉസ്താദുമാരെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ അവരുടെ തോഴത്തിൽ എന്റെ തോഴത്തിലായി അല്ലാഹുവേ അവരുടെ നേതൃത്വം കീഴിലായി ഒരുപാട് കാലം ജീവിക്കാൻ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ ഞങ്ങളുടെ നേതാക്കന്മാർ അസുഖബാധിതരും പ്രയാസമുള്ളവരുമാണ്, രോഗം നോക്കാതെ പ്രയാസം നോക്കാതെ സുൽത്താനുലമ വിവിധങ്ങളായ വൻകരകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലാഹുവേ പൂർണ്ണമായി ശിഫാകൾ തന്ന് ഒരുപാട് കാലം ദീർഘായുസ് തന്ന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹുവേ ആഫിയത്ത് നൽകണേ തുടങ്ങിയ ഞങ്ങളുടെ പ്രമുഖ നേതാക്കൾ പലരും ഖബറിലാണ്, നീ അവർക്ക് മഗ്ഫിറത്ത് നൽകണേ ദറജ നൽകണേ നീ കാത്തുരക്ഷിക്കണേ ഞങ്ങളുടെ മക്കളെ നാളെയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്, കൺകുടിയാവുന്ന മക്കളാക്കല്ല കൺകുളിർമേകുന്ന സന്തോഷമുള്ള മക്കളാക്കലേ പ്ലസ് ടു എസ്എൽസിയും ഡിഗ്രിയും 9 മറ്റ് ഹൈസ്കൂളും യുപിയും എക്സാം നടക്കുന്നു, A+ സബ്ജക്റ്റിൽ നൽകി സമ്മാനിക്കണേ അല്ലാഹുവേ ഞങ്ങൾ ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലും കച്ചവടങ്ങളിൽ യാത്രകളിൽ എല്ലാത്തിലും ബറക്കത്ത് നൽകണേ ചോദിക്കാതെ ഈമാനിന്റെ വെള്ളി വെളിച്ചം കെട്ടുപോകാതെ മരണം വരെ നിലനിർത്തണേ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ചവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ ലൈലത്തുൽ ഖദർ വന്നിട്ട് പരാജയപ്പെട്ടു പോകുന്ന ഹതഭാഗ്യ ഞങ്ങൾ ആരെയും പെടുത്തല്ല അല്ലാഹുവേ നിങ്ങൾ ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കരിക്കുന്നു പരിശുദ്ധമാക്കപ്പെട്ട കഅബയിലേക്ക് ഒരുപാട് പ്രാവശ്യം ഹജ്ജ് പോയി ഹജ്ജ് ചെയ്യാൻ നിർവഹിക്കാൻ അല്ലാഹുവേ ലോകത്ത് 160 കോടി മുസൽമാന്റെ മാനസ കൊട്ടാരത്തിലെ കിരീടം പണിയാത്ത രാജാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ചാരത്തിൽ നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് സലാം പറയാൻ ഭാഗ്യം നൽകണേ اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا
اللهم اعتق رقابنا ورقاب آبائنا ورقاب أمهاتنا ورقاب من أوصانا بالدعاء من الديون والمظالم والنار واجعلنا وإياهم ممن رضي عنهم شهر رمضان ولا تجعلنا ولا إياهم خصمهم شهر رمضان اللهم لا تجعل رمضاننا آخر رمضاننا يا رب العالمين اللهم اجعلنا من الفائزين بليلة القدر ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ارحمنا بأنواع رحمتك يا أرحم الراحمين أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم اعتقنا من النار وأدخلنا الجنة يا رب العالمين اللهم اعتقنا من النار وأدخلنا الجنة يا رب العالمين اللهم اعتقنا من النار وأدخلنا الجنة يا رب العالمين السلام عليكم ورحمة الله وبركاته